മായ എന്ന് പറയുന്നത്. മായ എന്ന വാക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പുറമേയുള്ള ഏതോ ഒരു ശക്തിയുടെ സ്വാധീനമാണ് മായ. മായയിലാണ് പലരും കറങ്ങുന്നത്, ദുഃഖിക്കുന്നത്, വിഷമിക്കുന്നത്, ജീവിതം താളം തെറ്റിപ്പോകുന്നത്. എല്ലാം മായയല്ലേ, എല്ലാം മായയുടെ കളിയല്ലേ, എല്ലാം മായയുടെ വലയത്തിലല്ലേ, എല്ലാം മായ മോഹനമല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും ഉണ്ടല്ലോ തന്റെ ദുഃഖത്തിന് ഒരു കാരണം കണ്ടെത്തും, ജസ്റ്റിഫൈ ചെയ്യാം. നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരാൾക്കാരാണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? ഒക്കെ മായയാണ് സ്വാമി, മായ മായ മായ. ഈ മായ എന്ന് പറയുന്നത് ആരാണ്? മനസ്സിലായില്ലേ? നമ്മുടെ വിചാരം ഏതൊരു ആളുടെ ഭാര്യയാണോ മായ? ഭഗവാന്റെ മായയിൽ പെട്ടുപോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെന്നെ രക്ഷിക്കാൻ പറ്റും? ഇപ്പൊ ഞാനൊരു നിസ്സഹായനാണ് എന്നാണ് പലരും കരുതുന്നത്. തന്റെ നിസ്സഹായതയെ ജസ്റ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മായ. ഭീരുക്കൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആ തരത്തിൽ മായ. മായ എന്ന വാക്കിനർത്ഥം, മായ എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തി എന്നർത്ഥം. ഉള്ളിലുള്ളതിനെ കണ്ടെത്താൻ സഹായിക്കാതെ നിങ്ങളെ എപ്പോഴും പുറമേയുള്ള ശക്തിയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് മായ. മായ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശക്തിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാസനകളിലാണ്. എന്തിരിക്കുന്നത്? മായ. നമ്മൾ ഓരോരുത്തരും ജന്മജന്മാന്തരങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാസനാ ലോകമുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വാസനകൾ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് നീ ശരീരത്തിന്റെ ഭാഗമാണ്, നീ മറ്റുള്ളവരുടെ ഭാഗമാണ്, മറ്റുള്ളവരാണ് നിന്റെ സ്വന്തം, നിന്റെ ശരീരമാണ് നിന്റെ ശക്തി എന്നിങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച കുറെ ചിന്തകൾ നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ മനസ്സിനെ നിലനിർത്തുന്നത് കൃഷ്ണനാണെന്ന്, അന്തരാത്മാവാണെന്ന്, പൂർണ്ണബോധമാണെന്ന് നമ്മളാരും അറിയുന്നില്ല. ഒരു വശത്ത് നമ്മളെ സത്യം അറിയിപ്പിക്കാതെ മറ്റൊന്നാണ് നാമെന്ന്, അല്ലെങ്കിൽ മറ്റൊന്നിന്റെ ഭാഗമാണ് നാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയാണ് മായ. തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നെ അവൻ തെറ്റിദ്ധരിപ്പിച്ചു, എന്നെ അവളെ തെറ്റിദ്ധരിപ്പിച്ചു, പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് സത്യം മറ്റൊന്നായിരുന്നു. ഈ കല്യാണത്തിനൊക്കെ അങ്ങനെയല്ലേ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക. കല്യാണ ബ്രോക്കർ പറഞ്ഞതാവില്ലേ യാഥാർത്ഥ്യം? കല്യാണ ബ്രോക്കർ ഇരട്ടിച്ച് പറഞ്ഞതൊന്നും ആവില്ല വാസ്തവം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിക്കുന്നു പയ്യൻ എങ്ങനെയുണ്ട്. ഓ, പയ്യനാണെങ്കിൽ വായ തുറക്കില്ല എന്നാണ്, വിരലിട്ടാ പോലും കടിക്കില്ല എന്ന്. പിന്നെയല്ലേ മനസ്സിലായത് ആൾക്ക് സംസാരിക്കാൻ തന്നെ ശേഷിയില്ല എന്നുള്ളത്, വെറുതെ അല്ല കടിക്കാത്തത് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഒന്ന് കേൾക്കുന്നു, പക്ഷെ അനുഭവം മറ്റൊന്നാവുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മായ ചെയ്യുന്നത്. നാം ആഗ്രഹിക്കുന്നു സന്തോഷം, ആഗ്രഹിക്കുന്നു സുഖം, ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ ഒരു നിർവൃതി, പക്ഷെ കിട്ടുന്നതൊക്കെയോ വിഷമങ്ങളും ദീനതകളും ദുഃഖങ്ങളും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് കാരണം നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വാസനകൾ. ജന്മജന്മാന്തരങ്ങളായി നമ്മളിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും അവര് മനസ്സിലാക്കാത്തൊരു കാര്യം ഭാരതീയ ഋഷീശ്വരന്മാര് മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റ് ആവർത്തിക്കുകയാണ്. അവര് പറയുന്നത് മരണത്തോടെ എല്ലാം തീർന്നു എന്നാണ്. നമ്മുടെ ഋഷിവര്യന്മാര് നമ്മളോട് പറയുന്നത് മരണമെന്നാൽ ചിന്തകളുമായിട്ടുള്ള യാത്ര എന്നാണ്. ഒരു തുടർ യാത്രയാണ്. നിങ്ങളുടെ വാസനകളുമായി, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരവുമായി, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വഭാവവുമായി നിങ്ങൾ തുടർ യാത്ര ചെയ്യും. എങ്ങോട്ട് യാത്ര ചെയ്യും? മറ്റൊരു ശരീരവുമായി കൂടിച്ചേരാൻ. അവ്യക്തം വ്യക്തമാകും, വ്യക്തം വീണ്ടും
അവ്യക്തമാകും. ഇതൊരു തുടർയാത്രയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഏത് സംസ്കാരമാണ് ഉണ്ടാക്കി വെച്ചതെങ്കിൽ ആ സംസ്കാരവുമായിട്ടായിരിക്കും നിങ്ങളുടെ യാത്ര. അതിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ ആ സംസ്കാരത്തെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ കൊണ്ടുപോകുന്ന സ്റ്റഫ് നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയും ഗതി കിട്ടില്ല, ഇവിടെയും സുഖമില്ല, അടുത്തൊരു ജീവിതത്തിലും സുഖമില്ല. ഇപ്പൊ ജീവിതം നമുക്ക് ആസ്വദിക്കണം, ജീവിതം നമുക്ക് സന്തോഷിക്കണം, സുഖമാവണം. അതിനെന്താണ് വഴി? നമ്മളെ അലട്ടുന്ന അസ്വസ്ഥമാക്കുന്ന ചിന്തകളുടെ ലോകത്തിൽ നിന്നും നമുക്കൊന്ന് മാറി നിൽക്കുവാനുള്ള കഴിവ്. ഗുരുവായൂരിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ തിരുമേനി വരുന്ന സമയത്ത് പറയാറില്ലേ, എല്ലാവരും മാറി നിൽക്കൂ, മാറി നിൽക്കൂ, മാറി നിൽക്കൂ, മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് വഴി കൊടുക്കാൻ പറയും. ഈ അവിടുത്തെ മേൽശാന്തി ആരും തൊടാൻ പാടില്ല. ഈവൻ കഴിഞ്ഞ മേൽശാന്തി പോലും ആണെങ്കിൽ പോലും പുതിയ ആളെ തൊടാൻ പാടില്ല. അത്ര ശുദ്ധം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലൊക്കെ ദേവസ്വം സിസ്റ്റാണല്ലോ. അപ്പൊ ഈ ദേവസ്വം സ്റ്റാഫിന്റെ ജോലിയാണ് ഇയാളെ കൊളപ്പരയിന്ന് ഇവിടെയാണ് ശ്രീകോവില് വരെ കൊണ്ടുവെക്കാൻ. ഇയാള് കുളി കഴിഞ്ഞ് തോർത്തിക്കഴിഞ്ഞാൽ, മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഈ ദേവസ്വം ജീവനക്കാരൻ അവിടുന്ന് പറയും വഴി 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 എന്നും പറഞ്ഞ ബഹളം വയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ആളുകളെയൊക്കെ മാറ്റി ഇയാള് ഈ തിരുമേനിയെ ആ ശ്രീകോവിലിന്റെ മുന്നിൽ അവിടെ കൊണ്ടാക്കും. അപ്പൊ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റാഫ് ഇയാളെ കൊണ്ടുപോകണം, തിരുമേനിയെ കൊണ്ടുപോകണം. നല്ല തിരക്കുള്ള ദിവസം, തിക്കും തിരക്കും ഗുരുവായൂരിൽ അടുക്കാൻ പറ്റുന്നില്ല. ഇയാളെല്ലാവരെയും മാറ്റി വഴി 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയിട്ട് അവിടെ വരെ എത്തിച്ച് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പോട്ടെട്ടാവുന്നു. അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടായില്ല. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം നന്ദി പറഞ്ഞതാണ്. അപ്പൊ ശരിട്ടാ, അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോ രണ്ടാമത് അയാളെ കുളിക്കണം, അതയാളുടെ കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചിന്തകളുടെ ലോകം, അതിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പോലും പലരും അറിയുന്നില്ല. മായാജവനികാചന്നം അജ്ഞാതോക്ഷരമൗവ്യയം ന ലക്ഷ്യസേ മൂഢദൃശോ നടോ നാട്യതരോ യഥാ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചിന്തകളുടെ ലോകമുണ്ട്. ആ ചിന്തകളുടെ ലോകത്തിലിരുന്നേ നിങ്ങൾക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഋഷീശ്വരന്മാര് പറഞ്ഞ യഥാ എപ്രകാരമാണോ യഥാ ദൃഷ്ടു തഥാ ദൃശ്യം എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ. യഥാ ദൃഷ്ടു തഥാ ദൃശ്യം. എല്ലാവർക്കും ഒരുപോലെ ആവില്ല ജീവിതം. കാരണം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സ്റ്റഫ് അത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ജീവിത അനുഭവം. അതുകൊണ്ട് നമുക്ക് കോമണൈസ് ചെയ്യാൻ പറ്റില്ല എക്സ്പീരിയൻസിന്. ഇപ്പൊ എന്റെ ഉള്ളില് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരം എന്തു വന്നാലും എനിക്ക് സന്തോഷമാണ്. സുഖദുഃഖേ സമീകൃത്വ. സുഖം വരുമ്പോ അത് എന്റെ ക്രെഡിറ്റ് കൊണ്ടല്ല, മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നന്ദി പറയണം. ദുഃഖം വന്നാൽ ഉടനെ പറയണം, ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യണം. കാരണം എനിവേ സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഞാൻ അതിനെ അയവിറക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഞാൻ സെൽഫ് കൗൺസിലിംഗ് ചെയ്ത് എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന അനുഭവമാവില്ല, പറയൂ, വേറൊരാൾക്കുണ്ടാവുന്നത്. അപ്പൊ നോക്കൂ, അനുഭവങ്ങൾ എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കുന്നത് അനുഭവമല്ല, ആ അനുഭവത്തോടുള്ള മനുഷ്യന്റെ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് അനുഭവത്തെ മാറ്റാൻ സ്വാതന്ത്ര്യമില്ല. ഏതിലുണ്ട് പറയൂ? ആറ്റിറ്റ്യൂഡ് മാറ്റുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരാളോട് നിങ്ങൾ സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സുഖമെന്ന് പറയുന്നത് അയാളുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില വാസനകളുടെ ഉള്ളിലിരുന്നിട്ടാണ്. അപ്പൊ അവരുടെ ഭർത്താവ് പറയാണ് തോളിൽ തട്ടിക്കൊണ്ട്
തലോടിക്കൊണ്ടൊക്കെ പറയാണ്, നീ സുന്ദരിയാണ്, നീ നല്ലവളാണ് എന്നൊക്കെ പറയുമ്പോ അത് കേൾക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊരു സുഖം. അങ്ങനെ എന്നും ഭർത്താവിന്റെ അടുത്തുനിന്ന് ലാടനാ വാക്കുകളും മക്കളുടെ അടുത്തുനിന്ന് സ്നേഹവാക്കുകളും ഒക്കെ കേൾക്കുന്ന, അതാണ് സ്നേഹം, അതാണ് സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടുമ്പോ അവര് പറയും, ഓ എന്റെ ഭർത്താവ് സ്നേഹിച്ചു കൊല്ലും മനുഷ്യനാണ്, എന്റെ ഭർത്താവ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, എന്റെ ഭർത്താവ് അത്ര നല്ലൊരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? എന്നാ ഭർത്താവ് ഒട്ട് വർത്തമാനം പറയൂല്ല, ഒരു മൈൻഡും ചെയ്യില്ല, എന്ത് ചോദിച്ചാലും നീ വേണമെങ്കിൽ ചെയ്തോ, നീ വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഉടനെ പറയും, ഒന്നും പറയണ്ട, തലയിലെഴുത്ത വിധി, പൂർവജന്മ പാപം തീർക്കണോ. അതായത് അവര് പ്രതീക്ഷിച്ചതാവില്ല, അവരുടെ വാസനകൾക്കനുസരിച്ചിട്ടല്ല ജീവിതം വരുന്നത്. അപ്പൊ അവര് പരാതിക്കാരായി. ഓരോരുത്തരും ഏത് രീതിയിൽ ജീവിതത്തെ കാണുന്നു എന്നത് നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെയും പറയൂ ഇതിനെയാണ് യഥാ ദൃഷ്ടു തഥാ ദൃശ്യം എന്ന് പറയുന്നത്. ആസ് ദ തോട്ട് സോ ദ എക്സ്പീരിയൻസ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് നമുക്ക് നല്ല വ്യക്തതയുണ്ടെങ്കിൽ ഈ തോട്ട്സിനെ മാറ്റിയാൽ അനുഭവങ്ങളും മാറും. അത്രയുള്ളൂ. പ്രതികൂലമായതുപോലും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നോക്കൂ, ഭാഗവതത്തിൽ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പണ്ട് മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ മാനസികമായി തളരുന്ന ഒരു പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം കേട്ട് തന്റെ മനസ്സ് മാറ്റുമ്പോ, മനസ്സ് മാറ്റിയ പറഞ്ഞാൽ മനസ്സിലെ ചിന്തകൾ മാറ്റുമ്പോ, ഭാഗവതത്തിന്റെ അവസാനം നിങ്ങൾ കാണുന്നത് പരീക്ഷിത്ത് പറയുന്നത്, ഇപ്പോ എനിക്ക് മരണത്തെയും തക്ഷകനെയും ഭയമില്ല. നാഹം, ഞാൻ ഒരിക്കലും മൃത്യുഭ്യോ തക്ഷകാദിഭ്യോ ബിഭേമ്യഹം. ഇപ്പോ ഞാൻ ഭയപ്പെടുന്നില്ല. ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തില് 19-ാം അധ്യായത്തില് 37-ാമത് ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവദാ. ഇതാണ് ചോദ്യം. ഞാൻ തളർന്നു പോകുന്നു, ഈ തളർച്ചയിൽ നിന്നും ഞാൻ എങ്ങനെ മാനസികമായി ഉയരണം എന്ന് അന്ന് ചോദിച്ച വ്യക്തി ഇന്ന് പറയുന്നു, എനിക്ക് മരണവും രക്ഷകനൊന്നും ഒരു പേടിയില്ല, അതൊന്നും എന്നെ ഇപ്പോ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോ അനുഭവങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. എവിടെ മാറ്റം വന്നു? പറയൂ. ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വരുന്നത്? മനസ്സിൽ. ഈ മനസ്സിനെ മാറ്റുന്ന കലയാണ് ഭാഗവതം. നിങ്ങളത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം. സോ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾ പറയും, ലൈഫ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. ലൈഫിനെ നിങ്ങൾ പഴി പറയില്ല, ലൈഫിനെ നിങ്ങൾ ശപിക്കില്ല, ലൈഫിനെ നിങ്ങൾ ഒരിക്കലും വിധിയായി കാണില്ല. നിങ്ങൾ എപ്പോഴും പറയാ, ലൈഫ് എന്ന് പറയുന്നത് അത് അതിന്റെ രീതിയിൽ വരുന്നു, ഞാൻ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ആ ഒരു മൈൻഡ് സെറ്റ്, ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം മെനക്കെടേണ്ടതുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളിൽ വല്ലാതെ ഡീപ്പ് റൂട്ടഡായി. അത് ഈ ഒരു ജന്മത്തിലെ മാത്രമല്ല. നോക്കൂ, നിങ്ങൾ ആത്മീയത എന്ന് പറയുമ്പോ ഈ ഒരു ജന്മത്തിലെ തോട്ട്സ് അല്ല നിങ്ങൾ ഇറേസ് ചെയ്യുന്നത്. നിങ്ങൾ എത്രയോ ജന്മജന്മങ്ങളിലായി കൊണ്ടു നടക്കുന്ന ഒരു വലിയ ഭാണ്ഡമാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ പറയും, ആത്മീയത എന്ന് പറയുന്നത് ക്ലാവ് പിടിച്ച വിളക്കുകൾ കഴുകുന്നത് പോലെയാണ്. ഈ ഓട്ടുവിളക്ക് നമ്മൾ കുറെ കാലം ഉപയോഗിക്കാതിരുന്നാൽ അതിന് ക്ലാവ് പിടിക്കും. ഇന്ന് നമുക്ക് നീലാംബരിയും പീതാംബരിയും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു, ഈ ചാരം, പുളി, ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ട് കഴുകണം. ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പൊടിയില്ല. എന്തൊക്കെ പൊടി ഉണ്ടെങ്കിലും അതിനെ ഒന്ന് തേച്ച് കഴുകി നല്ലൊരു അവസ്ഥയിലേക്ക് ആക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ആണോ? ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ. നിങ്ങൾ ഒരു മാസം നിങ്ങൾ പുറത്തുപോയി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ തൂത്തുവാരൽ കൊണ്ട് പൊടി പോവോ? ഉണ്ടോ ഇല്ലയോ? ഒരു 4, 5, 6 പ്രാവശ്യമൊക്കെ ഒന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്താലേ പൊടിയൊക്കെ പോവുള്ളൂ. എവിടുന്നാ പൊടി വരുന്നത് നമുക്കറിയാം. എന്തായാലും പൊടി റൂമിന്റെ അകത്ത് എത്തിയിട്ടുണ്ടാവും.
മനസ്സിലായില്ലേ? അത് അതിന്റെ മുകളിൽ പറ്റിപ്പിടിക്കും. പൊതുവെ അമേരിക്കയിൽ വസിക്കുന്ന നമ്മുടെ മലയാളികളെ കുറിച്ച് സായിപ്പന്മാർക്ക് നല്ല അഭിപ്രായമില്ല. പണ്ട് കാലത്തട്ടോ, ഇപ്പം വ്യത്യാസമുണ്ട്. ഈ മലയാളികളെ കുറിച്ച് അഭിപ്രായം ഇല്ലാത്തതിന്റെ കാരണം വെച്ചാൽ ഈ സായിപ്പന്മാരൊന്നും കുക്ക് ചെയ്ത് കഴിക്കില്ല. അവർക്കൊക്കെ ഈ മൈക്രോവെല്ലിൽ വെച്ച് ചൂടാക്കണ പരിപാടിയില്ലേ. നമ്മുടെ മലയാളികളാണെങ്കിൽ സാമ്പാറും അവിയലും ഓലനും ഇതൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യും. അമേരിക്കയിലാണെങ്കിൽ ഈ ജനവാതിൽ തുറന്നു തരുന്ന പ്രശ്നമില്ല. ഒക്കെ എയർ കൂളറും എയർകോണൊക്കെ ഉള്ള സിസ്റ്റം അല്ലേ അവരുടെ. അപ്പൊ ജനവാതിൽ തുറന്നിട്ടില്ല. അപ്പൊ എന്താ ചെയ്യും, അടുപ്പിൽ വെക്കുന്ന ആഹാരം ചിലപ്പോ ഈ ചിലരൊക്കെ നോൺ വെജ് ഒക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ മുറികളിലേക്ക് പോകും. ഈവൻ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകും. അവിടെ ഷെൽഫിൽ ഇരിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഈ വാസന പിടിച്ചു പറ്റും. നമുക്ക് അതെങ്ങനെ എത്രത്തോളം അതിന് ശക്തിയുണ്ടത്. ഇവർ ഈ ഡ്രസ് ഇട്ട് പോകുമ്പോ ഇവർക്കത് അറിയില്ല. പക്ഷെ സാഹിബിന് വേഗം അറിയും. യു ആർ സോ സ്റ്റിങ്കിങ് എന്ന് പറയും. നിങ്ങളെ കെട്ട് മണക്കിടും. ഇയാൾ അവിയലും മോലനൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുകയല്ലേ. ഇയാളിനി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ അവിയലിന്റെയും മറ്റൊക്കെ സ്മെല്ല് ഈ വസ്ത്രത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറയും, സ്വാമിജി ഡ്രസ്സ് ഇവിടെ ഒന്നും ഇടരുതെന്ന്. കാരണം പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോകുമ്പോണ്ടല്ലോ ആൾക്കാർ അവിയൽ വാസനിക്കാൻ തുടങ്ങും, ഓലൻ വാസനിക്കാൻ തുടങ്ങും, സാമ്പാർ വാസനിക്കാൻ തുടങ്ങും. എന്തൊക്കെയാ വീട്ടിലുണ്ടാക്കിയതെന്നുള്ളത് നിങ്ങൾ ഈ ചക്ക കഴിച്ച് പോയി നോക്കൂ. ചക്ക കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പുറത്തിറങ്ങിയാൽ നിങ്ങൾ എന്താ കഴിച്ചതെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ പിന്തുടരുന്ന ഈച്ചയെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ചക്ക പിന്നെയും കുഴപ്പമില്ല. ഈ സിംഗപ്പൂരിലൊരു തരം ചക്കയുണ്ട്, മലേഷ്യയിൽ നിന്ന് വരുന്ന ദുറിയാൻ എന്ന് പറഞ്ഞൊരു സാധനം. ഈ ദുറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദുരിയാൻ തന്നെയാണത്. അത് തൊട്ടുപോയോ പെട്ടുപോയി. ഈവൻ കാറിൽ വെച്ചാലുണ്ടല്ലോ അതിന്റെ സ്മെല്ല് വിട്ടുപോകുന്ന പ്രശ്നമില്ല. ഹൊറിബിൾ സ്മെല്ല്. ചക്കയിലും ഹൊറിബിൾ സ്മെല്ല്. എനിക്കൊരു അനുഭവമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇതിന്റെ ചിപ്സ് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആ സാധനം. അപ്പൊ ചിപ്സ് വാങ്ങിച്ച് ഞാൻ കഴിച്ചു. ഒരിക്കലും എങ്ങോട്ട് പോവായിരുന്നു. അപ്പോ പുറത്തുനിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു ചിപ്സ് വാങ്ങിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ഞാൻ കഴിച്ചപ്പോ എന്റെ കഷ്ടകാലത്തിന് ഒരു സായിപ്പാണ് എന്റെ അടുത്തിരുന്നത്. ഞാനത് കഴിച്ച് 2 മിനിറ്റായപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഐ ആം ലീവിംഗ് ദിസ് പ്ലേസ് എന്ന്. അയാൾ അവിടെ നിന്ന് എണീറ്റ് പോയി. അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ. ഈ വാസന അത്ര തീവ്രമാണത്. അവരുടെ വാസന വേറെ, അത് വേറെ കാര്യം. കുളിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നെ നമ്മൾ സഹിച്ച് ജീവിക്കുകയാണ്. ഈ എന്താ പറയാ, പർദ്ദയിടുന്ന ഇവരുണ്ടല്ലോ, ഉമ്മമാരുണ്ടല്ലോ, അവർ മിക്കവാറും അത് കഴുകില്ല. അവർക്കതിന്റെ വാസന അറിയില്ല. അടുത്ത് നിൽക്കുന്നവർക്കേ അതിന്റെ വാസന അറിയുള്ളൂ. ചിലപ്പോൾ ചിലവരുടെയൊക്കെ ഡ്രസ്സിന്റെ വാസനയുണ്ടല്ലോ, അനസ്തീഷ കൊടുക്കേണ്ട പേഷ്യന്റ് വെറുതെ വെച്ചു കൊടുത്താൽ മതി, ഒരു അനസ്തീഷയുടെ പൈസ ലാഭം വരും എന്ന് പറഞ്ഞതുപോലെ ഈ സാധനം വസ്ത്രത്തിൽ ഈ എന്താ പറയാ, നമ്മളുണ്ടാക്കുന്ന ആഹാരത്തിന്റെ വാസന പറ്റിപ്പിടിക്കുന്നത് പോലെ മനസ്സിൽ എത്രയോ ജന്മജന്മങ്ങളായി കൊണ്ടു നടക്കുന്ന വാസനകൾ. എന്താ ആശ്ചര്യം നോക്കൂ നിങ്ങൾ. ഇന്നും ഇന്നലെയല്ല നമ്മൾ ജീവിക്കുന്നത്. ബഹൂനി ജന്മാനി, അനവധി ജന്മങ്ങൾ ഇങ്ങനെ അവ്യക്തം പറയൂ, വ്യക്തം അവ്യക്തം വ്യക്തം ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു ചക്രമാണ്. ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് മെനക്കെടുകയാണ്. എന്തിന്? ഇതുവരെയുള്ള വാസനകളെയൊക്കെ ഒന്ന് ഇറേസ് ചെയ്യാൻ നമ്മളിന്ന് പരിശ്രമിക്കുക. അപ്പൊ അതിന് എന്താ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാസനയാണ് മാർഗം. ഉപാസനയും ധ്യാനവും. ഉപാസന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രൂപം മനസ്സിൽ കണ്ട് മനസ്സുകൊണ്ട് അർച്ചന ചെയ്ത് അതിനോടുള്ള മനസ്സിന്റെ ആകർഷണം, അതിലേക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആകർഷണ ശക്തി കൂടുന്തോറും മറ്റൊന്നിന്റെ പറയൂ ആകർഷണ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പണ്ട് കാലത്ത് ആളുകൾ ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ പോകുമായിരുന്നു. അതിന്റെ ആകർഷണം കുറഞ്ഞു പോയതിന് കാരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ആകർഷണം കുറഞ്ഞു പോകുന്നതിന് കാരണം സീരിയലിലേക്കുള്ള ആകർഷണം കൂടിക്കൂടി വന്നു. സീരിയലിലുള്ള ആകർഷണം വന്നു. അപ്പൊ വീട്ടിലിരുന്ന് കരയാൻ പറ്റും, വീട്ടിലിരുന്ന് ചിരിക്കാൻ പറ്റും,
നമ്മുടെ ജീവിതം തന്നെ അവിടെയും കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ദീപാരാധനയുടെ ആകർഷണം കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ ആകർഷണം കൂട്ടാൻ വേണ്ടിയിട്ട് അവരും തുടങ്ങി ഈ ബ്രേക്ക് ഡാൻസും മറ്റുള്ള ഡാൻസും. നല്ല ആളുകൾ വരുള്ളൂ എന്നുള്ളൊരവസ്ഥയും മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആളുകളെ കിട്ടാത്തൊരവസ്ഥയും. ഈവൻ സപ്താഹത്തിന് പോലും എന്തിനാ ഊണ് വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ആളുകളുടെ ആകർഷണം കുറഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഒരു അമ്പലത്തില്, ഞാൻ നുണ പറയില്ലേ, സപ്താഹത്തിന് അന്നാന്ന് ദിവസത്തെ വായിക്കുന്ന ഭാഗം എഴുതി വെച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ഇഡ്ഡലി സാമ്പാർ, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ്, വൈകുന്നേരം വട, അതും പരിപ്പ്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ ഇത് വായിച്ചിട്ടാണ് അന്നാന്നത്തെ ദിവസം ഇതൊരു പ്രോഗ്രാമിന് വരുന്നത്. കാരണം ഇത് വായിക്കുമ്പോഴെങ്കിലും അവനൊരു ആകർഷണം അതിലേക്ക് വരുമ്പോൾ അങ്ങനെയെങ്കിലും ഒരാൾ വരുമല്ലോ. ഖേനപ്രകാരേണ രാവിലെ തന്നെ വീട്ടിൽ അതല്ലേ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അതാണ്. രാവിലെ ആകുമ്പോൾ ഭാര്യ ചോദിക്കും, ചേട്ടാ ഇന്നെന്താ ഉണ്ടാക്കേണ്ടതെന്ന്. ഭർത്താവാണെങ്കിൽ വളരെയധികം ഡെമോക്രാറ്റിക്കാണ്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ കല്യാണി, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ. അപ്പം ഭാര്യയ്ക്ക് സമാധാനമായി, എന്തായാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്നാ ഉപ്പുമാവട്ടെ. ഉപ്പുമാവ്, ഈ വൃത്തികെട്ട ഉപ്പുമാവ് നീ എന്നെ തീറ്റിച്ച് കൊല്ലുന്ന വല്ല പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ കല്യാണി? അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ, ഉപ്പുമാവ് ഒഴിച്ച് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ. എന്നാ പിന്നെ ഇഡ്ഡലി ആക്കട്ടെ. കഴിഞ്ഞ 3 ആഴ്ചയിൽ നീ ആ മാവ് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. ഈ ഫ്രിഡ്ജ് വന്നതിന് ശേഷം നമുക്ക് 2012, 13, 14 സാധനം ഫ്രിഡ്ജിലുണ്ടാവുകയെ. ഈ പലപ്പോഴും ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കുമ്പോഴാണ് ഗുരുവായൂരപ്പ ഈ പപ്പടം 5 കൊല്ലം വാങ്ങിച്ച് ഇപ്പോഴും കിടക്കുന്നുണ്ടോ എന്ന്. 5 കൊല്ലം മുമ്പുള്ള സാധനമൊക്കെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ കിടക്കും. ചില സമയത്തുണ്ടല്ലോ നമുക്ക് തന്നെ ഭാഷ മനസ്സിലാവില്ല. ചിലത് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, സ്വാമി കുറച്ച് പഴം കൂട്ടാൻ തരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, പഴം കൂട്ടാൻ ആർക്കും ഇഷ്ടമല്ല, അത് തന്നോളൂ. വിളമ്പിപ്പോഴാ പറഞ്ഞത്, സ്വാമിക്ക് പഴയം കൂട്ടാൻ ഇപ്പോഴാ ഇഷ്ടമെന്ന് മനസ്സിലായത്. ഞാനത് ശരിക്കും കേട്ടില്ല. അധികമൊന്നും പഴക്കല്ലേ, 3 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പഴം കൂട്ടാൻ ചിലപ്പം പഴയ കൂട്ടാവണം. ഈ സാധനം വന്നതിന് ശേഷം നമ്മുടെ ഒരു കഷ്ടകാലം നോക്കുക. ഈ ഫ്രിഡ്ജ് വന്നതിന് ശേഷം എല്ലാം അതിന്റെ ഉള്ളിൽ തള്ളും, പിന്നെ അവിടെ നിങ്ങട്ടെടുക്കും. ഇപ്പൊ 3 പെട്ടിയാണ് മിക്കവാറും വീടുകളിൽ. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ്, 2ാമത്തെ പെട്ടി പറഞ്ഞാൽ മൈക്രോവൻ, അതിലേക്ക് വെച്ച് ചൂടാക്കുക. 3ാമത്തെ പെട്ടി ഇത് തന്നെ. ഇനി 4ാമത്തെ ഒരു പെട്ടിയുണ്ട്, അത് മരിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള ഒരു പെട്ടിയാണ്. പണ്ടൊക്കെ നിലത്താ കിടത്തപ്പോ പെട്ടിയിലാണ്. കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ശപിച്ചതാണത്രേ, എന്റെ ഉള്ളിൽ നിന്ന് കഴിച്ച് നീയും ഫ്രിഡ്ജിലാവട്ടെ എന്ന്. മിക്കവാറും ഫ്രീസറിലല്ലേ ഒരുവിധമൊക്കെ കടത്തുന്നത്. പണ്ടൊക്കെ നിലത്ത് കടത്തിയിരുന്നു, ഇപ്പൊ നിലത്ത് കടത്താൻ പറ്റില്ല. കാരണം ദുർഗന്ധം അത്ര വേഗം ഫ്രിഡ്ജിലുള്ളത് കഴിച്ചിട്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ. അപ്പോ ജന്മജന്മാന്തരങ്ങളുടെ വാസനകൾ മാറ്റാൻ ഒരു ഓപ്പോസിറ്റ് ആകർഷണം ക്രമേണ ഉണ്ടാക്കി വരുന്തോറും ക്രമേണ നമ്മുടെ മനസ്സിൽ വാസനകളിലോടുള്ള ആകർഷണം കുറയും. ഒരു ആകർഷണം കൂടുമ്പോൾ പറയൂ വേറൊരു ആകർഷണം കുറയും എന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ ഋഷീശ്വരന്മാര് നമ്മളോട് പറയാണ്, പ്രാക്ടീസ്. ഈ അന്ധവിശ്വാസങ്ങളൊന്നും ഉണ്ടാവരുത് നിങ്ങൾക്ക്. എപ്പം നാമം ചെല്ലണം, ഏത് രൂപം ധ്യാനിക്കണം, അതിനൊക്കെ ഉത്തരം. കാരണം നമ്മുടെ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്, ആ അനന്യ സംശയമാണ്. അനന്യലപ്പ സംശയം. സ്ത്രീകളാണെങ്കിൽ പുറത്തായാൽ ചൊല്ലാൻ പാടോ, അകത്തായാൽ ചൊല്ലാൻ പാടോ, മരിച്ചാൽ ചൊല്ലാൻ പാടോ, കൊലയായാൽ ചൊല്ലാൻ പാടോ. ഈ സംശയങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുന്നേയില്ല. മനസ്സിലാവുണ്ടല്ലോ. ഒരമ്മ ഒരു ആചാര്യനോട് ചെന്ന് ചോദിച്ചാണ്, അല്ല തിരുമേനി, ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്ത്രീകൾ പുറത്താവുക, അതുപോലെ പ്രസവിച്ച പല, മരിച്ചാൽ പല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ സമയത്തൊക്കെ ഭാഗവതമൊക്കെ വായിക്കാൻ പാടുമോ, അതിന് വല്ല ദോഷമുണ്ടോ എന്നൊക്കെ. പഴയ കാലത്തെ നിങ്ങൾ കേട്ടുന്ന ഈ ഭാഗവതമൊക്കെ ആരംഭിക്കുന്നത്, ഭാഗവത സപ്താഹം ഇപ്പൊ ഈ രീതിയിലൊക്കെ കേരളത്തിൽ ആരംഭിച്ചത് ഗുരുവായൂരിൽ നിന്നാണ് ഈ സംസ്കാരം വന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ വായിക്കുകയും പറയുകയും ചെയ്യുന്ന കേരളത്തിന്റെ രീതി. ഇത് ആരംഭിച്ച ഇത് കുഞ്ഞിക്കാവ് നമ്പൂരി പറഞ്ഞിട്ട് ഒരാളുണ്ട്. പഴയ കാലത്തൊരു വലിയൊരു സ്പിരിച്വലി എലവേറ്റഡ് ആയിട്ടുള്ള സോളായിരുന്നു ഈ കുഞ്ഞിക്കാവ് നമ്പൂതിരി. ഞാൻ പറയുന്നതൊക്കെ
ഈ 1940s കഥയാണ് ഈ പറയണത്. നമ്മളൊന്നും ജനിക്കാത്തൊരു കാലഘട്ടത്തിലെ കഥയാണ്. പന്നി ഗുരുവായൂരിൽ അമ്പലത്തിൽ ഈ സപ്താഹം ഈ രൂപത്തിൽ അദ്ദേഹം നടത്തുമായിരുന്നു. അത്രയും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ. അത്രയും വലിയൊരു ഇവോൾഡ് സോളായിരുന്നു ഈ കുഞ്ഞിക്കാവുന്ന പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ അമ്മ ചോദിക്കുന്നത്, അല്ല തിരുമേനി ഇങ്ങനെ ഈ ഭാഗവതം വായിക്കാൻ പാടുമോ? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണത്രേ. ഞാൻ മറുപടി കേട്ട പരമ്പരയിൽ നിന്നുള്ള മറുപടിയല്ലോ പറയുന്നത്. അവരുടെ 4ാമത്തെ ജനറേഷനായി. അപ്പോ അവര് പറയാറുണ്ട് അത്രേ, അവരുടെ വീട്ടിലെ മുത്തശ്ശിയാണ് ചോദിച്ചത്, മുത്തശ്ശിയുടെ മുത്തശ്ശി ചോദിച്ചു അത്രേ ഈ ചോദ്യം. അപ്പൊ പറഞ്ഞു, തിരുമേനി പറഞ്ഞു, അമ്മേ ഒരു പൊലയുള്ളപ്പോ ഭാഗവതം വായിക്കരുത്, ബാക്കി എല്ലാ പൊലയുള്ളപ്പോഴും വായിച്ചോളൂ, ഒരു ദോഷം ഉള്ളപ്പോ വായിക്കണ്ട. അപ്പൊ ഈ അമ്മയ്ക്ക് അറിയാൻ ജിജ്ഞാസ, ഏത് വിലയുള്ളപ്പോഴാണ് വായിക്കാൻ പാടില്ലാത്തത്? ഒരു വിലയുള്ളപ്പം വായിക്കരുത്, ബാക്കി ഏത് വിലയിലും വായിച്ചോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവനവൻ മരിച്ചാൽ ഒരു വില വരില്ലോ, അപ്പൊ വായിക്കേണ്ടതാണ്. ബാക്കി ഏത് വിലയിലും ഏത് ദോഷത്തിലും ഭാഗവതം വായിച്ചോളൂ എന്ന് പറയുമ്പോ ഈ ഭാഗവതത്തിന് അവനവൻ മരിച്ച വിലയിൽ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ദോഷവും ഇല്ല എന്നർത്ഥം. അപ്പൊ അന്ധമായ കുറെ ധാരണകളൊക്കെ നമ്മൾ മാറ്റണം. ഭാഗവതം എന്ന് പറയുന്നതിന് യാതൊരു ദോഷങ്ങളും ഇല്ല. നമ്മൾ ദൈവത്തെ ഭയപ്പെടുകയാണ്, അതുകൊണ്ടാണ് ഈ ദോഷം ചിന്തിക്കുന്നത്. ദോഷം ചിന്തിക്കുന്നവരൊക്കെ ദൈവത്തെ ശിക്ഷകനായി കാണുന്നവരാണ്. ദൈവം രക്ഷകനുമല്ല, ദൈവം ശിക്ഷകനുമല്ല, ദൈവം പ്രാപ്യനാണ്, നമുക്ക് പ്രാപിക്കേണ്ടവനാണ്. അത് മറക്കരുത്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, സർവേഷു കാലേഷു മാം അനുസ്മര. എപ്പോ സ്മരിക്കണം? എല്ലാ സമയത്തും. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീഡം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ, ഈവൻ ബസ്സിലായാലും കാറിലായാലും എന്തിനേറെ ടോയ്ലറ്റിലായാലും, ഇനിയിപ്പോ അതിനപ്പുറം ഇല്ലല്ലോ. ദാറ്റ് മീൻസ് ഇതിന് യാതൊരു ദോഷവും അതിനർത്ഥം ടോയ്ലറ്റിൽ പോയിട്ട് ഇപ്പൊ നാമം ചെല്ലണം നല്ല പറയുന്നത് ഇതിനങ്ങനെ യാതൊരു ദോഷവും ഇല്ല. എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നാമജപം ചെയ്യാം, ധ്യാനം ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു പരിശീലനം എടുത്തുകൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനം നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. കുറെ കഴിഞ്ഞാൽ നിങ്ങൾ പറയും, എനിക്കിപ്പോ ദുഃഖം വളരെ കുറവാണ്. ദുഃഖങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. നോക്കൂ, ഇതിലും അപ്പുറൊരു സ്വാതന്ത്ര്യം എന്താ വേണ്ടത്? അങ്ങനെ ഇവിടെ വസുദേവരുടെ ജീവിതത്തെ മാറ്റിയെടുത്ത് അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് ഉയർത്തി. ഇനി അടുത്തൊരു ഉപാഖ്യാനമാണ് ഉദ്ധവോപദേശം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് ഒന്ന് മെന്റലി ഡിപ്രസ്ഡായി. ആ സമയത്ത് കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ പേരാണ് ഉദ്ധവോപദേശം. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.